നമസ്തേ. വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്സ് എന്തായിരുന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുമ്പോൾ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, റീഡിങ്ങിലേക്ക് പോവാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ ന്യൂസ്. ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഒരു ഗോയിങ് വിത്ത് ദി ഫ്ലോ എനർജിയിലാണ് ഈ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ലൈക്ക് എവറി മോർണിംഗ് ഹീ ഈസ് ലൈക്ക് എന്താ പറയുക, ഓക്കെ, എന്ത് പ്രശ്നങ്ങൾ ഇന്നത്തെ ദിവസം വന്നെന്ന് പറഞ്ഞാലും ഞാൻ അതിനെ എല്ലാം ധൈര്യമായിട്ട് നേരിടും എന്നുള്ളൊരു എനർജിയാണ്. അങ്ങനത്തെ ഒരു കെയർലെസ് ആയിട്ടുള്ള ഒരു കെയർ ഫ്രീ ആയിട്ടുള്ളൊരു എനർജിയാണ് അത്. പക്ഷെ ഒരു പക്ഷെ മണ്ടത്തരമായിരിക്കാം, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളായിരിക്കാം. ലൈക്ക് ഈ ഫൂൾ കണ്ടില്ലേ, ഈ ഒരു ഫൂള് വലിയ ആൾ കളിച്ച് നടന്ന് പോകുന്നത് കെയർലെസ് ആയിട്ടാണ്. ബാക്കിൽ നിന്നിട്ട് പല ആളുകളും പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, ആ ഡോഗ് പറയുന്നുണ്ട് അങ്ങോട്ട് പോകരുത്, ബിക്കോസ് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴിയാണ്, താഴേക്ക് വീണ് എന്ത് സംഭവിക്കാം. പക്ഷേ ഈ ഒരു ഫൂള് പോകുന്നത് കണ്ടില്ലേ, കെയർ ഫ്രീ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ഈ ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തിയും. നിങ്ങളുടെ പേഴ്സൻ്റെ ഏറ്റവും വലിയ ഫോൾട്ടായിരിക്കും ലൈക്ക് ആളെ പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി. സോറി ടു സേ, പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു എനർജീസാണ് ഫീൽ ചെയ്യുന്നുള്ളത്. ലൈക്ക് പുള്ളി ഒരു തീരുമാനം എടുത്തു, ഡസൻ മാറ്റർ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അവരൊരു തീരുമാനം എടുത്തു, ആ ഒരു തീരുമാനത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതിൻ്റെ പുറകെ നടക്കുന്ന ഒരു എനർജി ആയിരിക്കാം. ഓക്കെ, അല്ലാതെ എന്താ പറയുക, ഒരു ഇതുമില്ല. ലൈക്ക് അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരത് ചെയ്യരുതെന്ന് പറഞ്ഞാലൊന്നും അതിൻ്റെ ഉപദേശങ്ങളൊന്നും കേൾക്കത്തില്ല. പലപ്പോഴും അങ്ങനത്തെ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ലൈഫിൽ ഒത്തിരി അധികം കാര്യങ്ങൾ ആക്ച്വലി ഇത് അവർക്ക് കിട്ടാനുള്ള കാര്യങ്ങളായിരിക്കും, അതൊരു ബൈ ചാൻസിൽ പോലും മിസ്സായിട്ടുണ്ടാവാം. അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ത്രീ ഓഫ് ഹാൻഡ്സിൻ്റെ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു വ്യക്തി നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇവർ ചിന്തിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങൾ ലോങ് ആയിരിക്കാം താമസിക്കുന്നുള്ളത്. അപ്പം ഈ ഒരു വ്യക്തിയാണേലും ശരി, നിങ്ങൾക്ക് ഇവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, വാട്ടർ ബോഡീസൊക്കെ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആലപ്പുഴ ജില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, എനിക്കറിയില്ല, എനിക്ക് പെട്ടെന്നൊരു ഇൻറ്റ്യൂഷനായിട്ട് വന്നതാണ്. ആലപ്പുഴ അങ്ങനെയുള്ള ജില്ലയുണ്ടല്ലോ, അത് കുറച്ച് ഇൻറ്റ്യൂട്ടീവായിട്ട് എനിക്കിവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവിടേക്കുള്ള ആളുകളായിരിക്കാം ഒരുപക്ഷെ ഒരു റീഡിങ് കാണുന്നില്ല, നിങ്ങളുടെ വ്യക്തി അവിടെയുള്ളൊരു വ്യക്തിയായിരിക്കാം. സോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിക്ക് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട് മീൻസ് അവരുടെ ലൈഫിൽ ഒത്തിരി അധികം സിംഗിൾ ആയിരിക്കാം ഒരു പക്ഷേ. ഇനിയിപ്പം സിംഗിൾ അല്ലെങ്കിലും ലൈക്ക് അവർക്ക് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്ന എപ്പോഴും നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. എന്തോ ആയിക്കോട്ടെ, ഈ ഒരു വ്യക്തി ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു സ്റ്റാർ എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, വാട്ട് എവർ എന്താണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളാണ് ഏറ്റവും പ്രയോറിറ്റി. നിങ്ങളെന്നുള്ളൊരു വ്യക്തിയാണ് ഇവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം പലപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ റിയലൈസ് ചെയ്യാതിരിക്കുന്നത് പോലെ ഈ ഒരു വ്യക്തിയും ഈ ഒരു റിലേഷൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെന്നുള്ളൊരു വ്യക്തിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഈ ഒരു വ്യക്തി ഒരിക്കലും ഇല്ലെന്നുള്ളതാണ് നമുക്കിവിടെ ഈ ഒരു ടൈമിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്, വാട്ട് എവർ ദ സിറ്റുവേഷൻസ് എന്ത് തന്നെ ആണെങ്കിൽ പോലും ഈ ഒരു റിലേഷനിൽ ഈ ഒരു വ്യക്തി ഒരു കെയർ ഫ്രീ ആയിട്ടൊരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കെയർ ഫ്രീ ആയിട്ട് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷനിലൊരു ന്യൂ ബിഗിനിങ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ചില പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നൊരു എനർജീസിലാണ് എനിക്ക് ഈ ഒരു വ്യക്തിയെ കാണാൻ പറ്റുന്നുള്ളത്. പക്ഷെ പ്ലാൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്താണ് എക്സാക്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു ടൈമിൽ നിൽക്കുന്നത്. ശരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്താണ്, സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് കാണുന്നുണ്ടാവും, സ്നാപ്പ് കാണുന്നുണ്ടാവും, അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരു ആ എനർജിയിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്നതിൽ എന്താ പറയുക, സ്റ്റോക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ,
ഒരു ഡെവിളിൻ്റെ കാർഡാണ് മോട്ടംസിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇവർക്ക് നിങ്ങളുടെ കൂടെ ഒരു റൊമാൻറ്റിക് ന്യൂ ബിഗിനിങ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് നന്നായിട്ട്. ഇത് ഇപ്പം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഫാമിലിയോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഇന്നോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ജില്ലയിലേക്ക് ട്രാവൽ ചെയ്ത് നിങ്ങളെ വന്ന് കാണാനായിട്ടുള്ള ചാൻസസ് എനിക്കിവിടെ കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കുറച്ച് അങ്ങനെ ഒരു പക്ഷേ നിങ്ങളെ മീറ്റ് ചെയ്യുന്ന ഒരു ടൈമിലായിരിക്കാം നിങ്ങൾക്കൂടെ ഒരു റിയൂണിയൻ ഉണ്ടാവുക. നിങ്ങളീ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യായിരിക്കും, ആ ഒരു ടൈമിലായിരിക്കും റീയൂണിയൻ ഉണ്ടാവുന്നത്. അപ്പം ഈ ഒരു വ്യക്തി വളരെ അധികം ഒരു ഇമോഷണൽ ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക്കലി ഒരു ന്യൂ ബിഗിനിങ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. റിലേഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്ന് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുകയാണ്. ആ ഒരു എനർജീസ് എനിക്ക്, കാരണം ഇയാൾക്കൊരു ഈ ഒരു ഡസൻ മാറ്റർ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ആ ഒരു സമയത്ത് കുറച്ച് പേർക്കൊക്കെ സെക്ഷലി ഇൻറ്റിമേറ്റ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ റീയൂണിയൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവരെ മീറ്റ് ചെയ്യാൻ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ സെക്ഷലി ഇൻറ്റിമേറ്റ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ സിംഗിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക കേട്ടോ. അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു എനർജീസ് എഗെയിൻ. കാരണം ഇവർക്ക് ഹൈ സെക്ഷൽ എനർജിയാണ് ഈ ഒരു ടൈമിലുള്ളത്. കാരണം സെപ്പറേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ഫേസ് ലൈക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ഡെവിൾ എനർജി, വല്ലാത്തൊരു അഡിക്ഷൻ ഇവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ടോക്സിക് പേയിൽ അഡിക്ഷൻ എപ്പോഴും ടോക്സിക് തന്നെയാണ് കേട്ടോ. ഏതൊരു വ്യക്തിയോടും ഒരു വസ്തുവിനോടും ഉള്ള ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ടോക്സിക് തന്നെയാണ്. നമുക്കത് ഡിറ്റാച്ച് ആവാൻ പറ്റുന്നില്ലെങ്കിൽ അത് ടോക്സിക്കാണ്. ഇവരുടെ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ ഒരു ടൈമിൽ ഇവിടെ ഒരു റീയൂണിയൻ നടക്കാത്തതിനുള്ളൊരു റീസൺ ഈ ഒരു വ്യക്തി തന്നെയാണെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ലൈക്ക് ഞാൻ കാരണമാണ് ഈ റിലേഷൻ ഇത്രയും സ്പോയിലായിട്ടുള്ളത്, ഞാൻ കാരണമാണ് ഇത്രയും പ്രോബ്ലംസ് ക്രിയേറ്റ് ആയിട്ടുള്ളത്, ഞാൻ കാരണമാണ് ഇന്ന് ഈ ഒരു റിലേഷൻ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ തന്നെ ഈ ഒരു റിലേഷനിൽ എഫേർട്ട് എടുക്കണം, ഞാൻ തന്നെ ഈ റിലേഷനിൽ ഒരു ന്യൂ ബിഗിനിങ് ചെയ്യണം. അങ്ങനെയുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഈ ഒരു ടൈമിൽ നിൽക്കുന്നുള്ളത്. എനിക്കതാണ് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. അപ്പം ലൈക്ക് ഈ ഒരു റിലേഷനിൽ മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ഈ ഒരു വ്യക്തിക്ക് വല്ലാത്തൊരു പൊസസീവ്നെസ് ഉണ്ട് നിങ്ങളോട്. ഓഫ് കോഴ്സ് ഈ ഒരു വ്യക്തി വളരെ സെൻസിറ്റീവാണ്, ലൈക്ക് വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ളൊരു എനർജിയാണ്. എങ്കിൽ പോലും സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ പറയുന്നത് ഇവർ സെൻസിറ്റീവാണ് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇത് കാണിക്കുന്നുണ്ട് ഐ എം ബോൾഡ്, ഇത് കാണിക്കുന്നത് മാത്രമാണ്. പക്ഷേ ഇൻസൈഡ് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ആക്ഷൻസും ഒക്കെ ഈ ഒരു വ്യക്തിക്ക് നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഹേർട്ട് ആവാറുണ്ട്. പക്ഷേ ഇവർ കാണിക്കുന്നത് ഐ ഡോണ്ട് കെയർ, എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, നീ എന്ത് കാണിച്ചാലും എനിക്കൊന്നുമില്ല എന്നുള്ളൊരു എനർജിയാണ്. പക്ഷേ നിങ്ങൾ എന്ത് കാണിച്ചാലും ആ ഒരു വ്യക്തിക്ക് പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ എന്ത് കാണിച്ചാലും അത് ആ ഒരു വ്യക്തിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് കാണിച്ചാലും അതിൽ വല്ലാണ്ട് ഈ ഒരു വ്യക്തി ആ ഒരു വ്യക്തിന് നിങ്ങളുടെ ആ ഒരു ആക്ഷൻസ് വല്ലാത്തൊരു ലോ എനർജിയിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോകാറുണ്ട്. ഓക്കെ, എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും റീയൂണിയൻ പോസിബിൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് 11 കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്ത് ലൈക്ക് 19, 3, 11, 4, 6 ഈ ഡേറ്റ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ 000 കാണുന്നുണ്ടാവാം, 00 കാണുന്നുണ്ടാവാം. ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മാർച്ച് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ജൂൺ ഇമ്പോർട്ടൻ്റ് ആണ്, മെയ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു എനർജീസും എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. വരുന്ന ടൈമിൽ ഇവർ നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യും. ലൈക്ക് ഞാൻ ഒത്തിരി മിസ് ചെയ്തു, എത്രമാത്രം നീ എന്നെ കോണ്ടാക്ട് ചെയ്യാത്തേ എന്നൊക്കെ ഉള്ള രീതിക്ക് ഒരു ഭയങ്കരമായിട്ടും ഇൻറ്റൻസ് ആയിട്ടൊരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ നിങ്ങളോട് ടോക്ക് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഒരു കാര്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഈ ഒരു ടൈം ഈ ഒരു വ്യക്തി തിരിച്ചു വരുന്നത് ജെനുവിൻ ആയിട്ടാണോ അവരുടെ അടുത്തേക്ക്? അപ്പോൾ വീണ്ടും ഒരു മൈൻഡ് ഗെയിംസ് കളിച്ച് സെപ്പറേഷൻ ഫേസിലേക്ക് പോകും.
നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നുള്ളത് വലിയൊരു കാര്യമാണ്, ഒരു ഹാപ്പിനെസ്സിനായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേങ്കിൽ ഈ ഒരു വ്യക്തി തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞ് നിങ്ങൾ സ്റ്റിൽ എവിടെ അവൈലബിൾ ആണ് എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ടൈമിൽ ഈ ഒരു വ്യക്തി എന്ത് ചെയ്യും എന്നറിയോ, നൈസായിട്ട് സ്കൂട്ട് ആവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒരു സ്ട്രെസ്സിലേക്ക് അഗെയിൻ പോകുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് മസ്റ്റായിട്ടും ഒരു വ്യക്തിയുടെ മുന്നിൽ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സണാലിറ്റി കളഞ്ഞല്ലോ, അയ്യോ ഞാനും വെയിറ്റ് ചെയ്യായിരുന്നു എന്നുള്ള രീതിക്ക് ഭയങ്കര ഓപ്പൺ അപ്പ് ആവാതെ നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറി അവർക്ക് ഫീൽ ചെയ്യണം, ലൈക്ക് ഈ ഒരു വ്യക്തി ചേഞ്ച് ആയി, ഇവിടെ എനിക്ക് ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ട്, പഴയതുപോലെ ഞാൻ മിസ്റ്റേക്സ് ചെയ്യാൻ പാടില്ല, ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിനെ നഷ്ടപ്പെടും എന്നുള്ളൊരു തോട്ട്സ് അവർക്ക് ഉണ്ടാവണം. മനസ്സിലായോ? ആ ഒരു എനർജിയിൽ നിൽക്കുക. ഇത് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. താങ്ക്